1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന പറഞ്ഞേ. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പൊ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണം. അപ്പൊ സ്വർണം കാച്ചിയെടുത്ത സ്വർണത്തിന് ഊതിക്കാച്ചിയ പൊന്ന് അതിനൊരു മൂല്യമുണ്ട്. ഊതിക്കാച്ചിയ പൊന്നിനേക്കാൾ മൂല്യമുള്ളത് എന്താണ്? അഗ്നി പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അതാണ് അതിജീവിത വിശ്വാസം. അത് കേവല വിശ്വാസമല്ല. വിശ്വാസത്തിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് ഈ 10 പേർക്കും ടെസ്റ്റ് കൊടുക്കും. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത വിഷയങ്ങളുണ്ടാകും. നിൻ്റെ പ്രാർത്ഥന തന്നെ കേൾക്കാത്ത അവസ്ഥകളുണ്ടാകും. നീ വിശുദ്ധിയോടെ ജീവിച്ചിട്ടും പ്രാർത്ഥനയോടെ പുലർന്നു പോയിട്ടും നിനക്കതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഇതെല്ലാം ശോധന ചെയ്യും. അപ്പോൾ കുറച്ച് പേര് പ്രാർത്ഥിച്ചിട്ടും പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കണത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പ്രാർത്ഥനക്കാർ അവിടെ നിന്ന് സ്കൂട്ടാകും. മനസ്സിലായില്ലേ? കുറച്ച് പേര് വണ്ടി വിടും. പ്രാർത്ഥന നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയല്ലേ, ഇവിടെ ചകണം വരെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വളരെ പ്രാക്ടിക്കലാവും. ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരങ്ങനെ ആവശ്യമില്ലാതെ ദൈവത്തോട് അടുക്കുകയോ അടുത്ത് വന്ന് പണി മേടിക്കുകയോ ഒന്നും ചെയ്തത്. വളരെ ബുദ്ധിമാന്മാരായ മനുഷ്യരാണ് അവർ. ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കും അവരില്ല. പിന്നെ വല്ല അവസാന ഞായറാഴ്ചയൊക്കെ കുരുത്തോല കൊടുക്കാൻ നേരത്ത് എങ്ങാനും ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പണി കിട്ടാതിരിക്കാൻ വേണ്ടി ഓല മേടിക്കാൻ പോകും. ആ ഓല മേടിക്കാൻ പോയി അവർ ഓലയും കൊണ്ട് വീട്ടിലൊന്നും പോരത്തില്ല. ആ ഓല കൊണ്ടുപോയി മരിച്ചവരുടെ പെടയ്ക്ക് കുടുക്കിടും അവർ. നമ്മൾ ഈ ഓശാന ഞായറാഴ്ച ചെന്നാൽ എന്താ ചെയ്യണത്? എല്ലാ അപ്പം ചത്തുപോയ എല്ലാ അപ്പന്മാരുടെ കുരിശിൽ ഈ ഓശാനയുടെ ഓല കൊണ്ട് കുടുക്കിട്ടിട്ടുണ്ടാവും. അവരത് അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൻ്റെ പെടരയ്ക്ക് പണ്ടേ അപ്പനെ കുടുക്കിട്ടാണ് കൊന്നത്. ഓശാന ഞായറാഴ്ചയുടെ കുടുക്കും കൂടി അവൻ്റെ പെടരയ്ക്ക് വെച്ച് കൊടുത്തിട്ട് അവർ സ്കൂട്ടാവിടുന്നതാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത പരീക്ഷണത്തൊന്നും അവർ പോകത്തില്ല. അവരങ്ങനെ അടിച്ചു പൊളിച്ച് സുന്ദരമായിട്ട് ജീവിക്കും. ഒരു കാലത്ത് മരിച്ചും പോകും. അപ്പോൾ എനിക്കതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്? ഞാനീ പിണവെടുക്കും 1700 പിണവെടുത്തിട്ടുണ്ട്. 38 കൊല്ലത്തിനുള്ളിൽ പിണവെടുക്കാൻ ചെല്ലുമ്പോൾ ചില സമയത്ത് ഈശോ പറയും, ഈ പണ്ടാരത്തിനിട്ട് ഒരു പ്രാർത്ഥന ചെയ്യാൻ നിൻ്റെ പെടരക്കടി അടിക്കുമെന്ന് പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും, ഒത്തിരി പേര് വലിയ നാട്ടിലെ പ്രമാണിയ ആരെങ്കിലുമൊക്കെ ഇരിക്കും. പക്ഷേ കർത്താവ് പറയും, ഈ പണ്ടാരത്തിന് സ്വർഗസ്ഥനായ വിധാനം ചെല്ലിയ നിൻ്റെ പട്ടം ഞാൻ പിടിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. ഞാൻ പറഞ്ഞു കപ്പേര് കാശ് കിട്ടണമല്ല, കപ്പേര് ഇല്ലിക്കൊള്ളാൻ പറയും. അപ്പോൾ കപ്പേര് അവിടെ മഹിമ 7 അരുവിൻ തന്നെ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞപ്പോൾ ആടി പ്രാർത്ഥിച്ച് പുള്ളിയെ ഒരു പരുവത്തിലാക്കി എടുത്തുകൊണ്ട് പോരും. കുഴിക്കവരെ മിണ്ടത്തില്ല ഞാൻ. എന്താ സാധനം? ജീവിതകാലം മുഴുവൻ ദൈവത്തെ നിഷേധിച്ചതാണ്. എന്നിട്ടിപ്പോൾ 12 കൊല്ലം ദർശനവും മറ്റുള്ള എല്ലാ ബന്ധവും പരിചയമുള്ള അച്ഛന്മാരെല്ലാം കാറ് കൊടുത്ത് വിളിച്ചിട്ട് ഒരു ഘോഷയാത്രയൊക്കെ നടത്തി പാവത്തൻ നാട്ടുകാരുടെ കണ്ണിൽ പൊടി വിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുകയാണ്. ഞൊട്ടു എന്ന് പറയും ദൈവം. അതെന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് സെക്കൻഡ് കോളത്തിലേക്കുള്ളൊരു വരവ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിന് അഗ്നിശോധന ചെയ്യും. അഗ്നിശോധന എന്ന് പറയുമ്പോൾ ചില പറയില്ലേ, ഞാൻ കുഞ്ഞുനാൾ മുതലേ കർത്താവിനോട് പറയണതാണ് എനിക്ക് വെള്ളമടിക്കാത്തൊരു ഭർത്താവിനെ തരണം. 4 വയസ്സ് തൊട്ട് ഞാൻ പറയാം, എൻ്റെ അപ്പൻ്റെ വെള്ളവടി കണ്ട് ഞാൻ ജീവിതം മടുത്ത്, എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഞാൻ ജീവിതം വെറുത്ത്, എനിക്ക് ആകപ്പാടെ ഒന്നേ കർത്താവിനോട് പറയുള്ളൂ, നീ ജോലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വെള്ളമടിക്കാത്ത ഒരു അധികാരം തരണമെന്ന് പറയും. അപ്പം നമ്മൾ 3-ാം വരുമ്പോഴും മധ്യസ്ഥം വരുമ്പോഴും ചവറ വിവാഹ ബ്യൂറോയിൽ ചെല്ലുമ്പോഴും പറയും അവൻ വെള്ളമടിക്കാത്തവരാണെന്ന് ചോദിക്കാൻ പറയും. അപ്പം നമ്മളെന്താ, അവന് ദൈവവിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളമടിക്കാതിരുന്നാൽ മതി. അപ്പോൾ വെള്ളമാരായി നിനക്ക് ദൈവമായി. മനസ്സിലായില്ലേ? ആൾക്കാർ പെൺപിള്ളേർ ചെന്ന് ഇരന്ന് പണി മേടിക്കണ വിധവ എന്താ വരുവാണ്? നമ്മൾ തിരക്കണ എന്താണ്? അവൻ വെള്ളമടിക്കാത്തവനാണോ? അപ്പോൾ എന്താ എൻ്റെ അർത്ഥം എന്താണ്? അവന് ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലേ അതൊന്നും അവൾക്ക് പ്രശ്നമില്ല, വെള്ളമടിക്കാത്തവല്ലേ ആയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവളുടെ ദൈവം വെള്ളമടിക്കാത്ത ഭർത്താവാണ്. അപ്പം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെസക വന്ന പോലെ. അപ്പം നിനക്കൊരു വിശ്വാസമുണ്ട്, അതിജീവിതയാണ് നീ.
അതിജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആധ്യാത്മിക ജീവിതത്തിൽ അതിജീവിതയുണ്ട്, അതിൽ അതിജീവിതനുണ്ട്. എന്താ കാര്യം? ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ വന്നിട്ടും ദൈവത്തെ ഉപേക്ഷിക്കാതെ, വിശ്വാസം തളരാതെ അതിജീവിച്ച ആൾക്കാരാണ്. അതാണ് ഈശോ പറയണത്. 1 Pത്രോസ് 1:7 പറയണം. ഒന്നൊരു വായിച്ചു അത്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന പറഞ്ഞ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ വിലയേറിയ വിശ്വാസമാണ്. വിശ്വാസത്തിലാണ് ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പം നിങ്ങൾ ഓർക്കും, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ, ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി അടിച്ച പോലെ. 2 കേട്ടിട്ടുണ്ട് 3 കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് 4 എന്ന് പറഞ്ഞ് അവസാനം ഡമ്മി എന്ന് പറഞ്ഞ് വീഴും. അതുപോലെ നിങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ, ഞങ്ങൾ വിശ്വാസം എന്ന് പറയുമ്പോൾ കേട്ടിട്ടുണ്ടെന്ന് പറയും. നിങ്ങൾ എന്ത് കേട്ടിരിക്കണത്? വിശ്വാസം തന്നെ വ്യത്യസ്തങ്ങളായിട്ടാണ് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതിജീവിത വിശ്വാസം എന്ന് പറയും. അപ്പോസ്തലന്മാർ ഓരോ തരത്തിലാണ് പറയണത്. അപ്പോസ്തലന്മാർ ഒരാൾ പറയും, പോള് പറയും, വിശ്വാസം പറയുമ്പോൾ പോള് പറയും, വിശ്വാസം കാണപ്പെടാത്തതുകൊണ്ട് പ്രത്യാശിക്കുന്നുള്ള ഉറപ്പാണ് അത് ഹെബ്രായർ 11:1 പറയും. എന്താണ് വിശ്വാസം? വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോൾ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മെറ്റീരിയൽ ഫെയ്ത്താണ്. നമ്മൾ എന്തെങ്കിലും പ്രത്യാശിച്ചാൽ അത് കിട്ടും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ഉടമ്പടി പിന്നെയും നമ്മളെ പുതുക്കണത്. തെറ്റല്ലത്. പ്രത്യാശ. ഇപ്പോൾ ഉടമ്പടി എബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം എന്നത് എന്ന് പറഞ്ഞേ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ അകത്ത് ഒരു ഡിഗ്രി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉറപ്പായിട്ട് മാറും. അതുകൊണ്ടാണ് ആൾക്കാർ 7 പ്രാവശ്യമൊക്കെ ഉടമ്പടി പുതുക്കുന്നത്. എന്താ കാര്യം? എൻ്റെ കാലമാകുമ്പോൾ ഞാൻ കർത്താവ് എൻ്റെ അടുത്ത് വരണ സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ എന്ത് ചെയ്യും? മണവാളം വരാൻ വൈകുമ്പോൾ സ്വാഭാവികം നമുക്ക് വരാൻ സാധ്യതയുള്ള എന്താണ്? ഉറക്കമാണ്. ഉടമ്പടിയിൽ ഉറക്കമുണ്ട്. അത് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. മത്തായി 25:5. മണവാളൻ വരാൻ വൈകി എന്ന് പറഞ്ഞാൽ മണവാളം വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ. എത്രയാണ് മത്തായി? എത്രയാണ്? 25:5. അതിൽ പറഞ്ഞ് മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. പാവത്തങ്ങൾ ഇരുന്നുറങ്ങിയെന്നേ. ഇപ്പം കിടന്നു പോയി പാവത്തങ്ങൾ. തലയോട് പോലും ഇല്ലാതെ വായും പിടിച്ച് കുറുക്കം പിടിച്ച് ആയി ഉറങ്ങി. എന്താ കാര്യം? മണവാളം വന്നില്ല, വേറൊരാൾ വരും. ആരാണത്? ഉറക്കം. അതാണ് സംഭവം. അതല്ലേ ബൈബിൾ എന്ത് കറക്റ്റാണ്. 25:5 മണവാളം വന്നില്ല, പിന്നെ ഒരാൾ ഉടനെ ഉറപ്പായിട്ടും വരും. അതാരാണ്? ഉറക്കം. ശൈത്യം. ആധ്യാത്മിക ശൈത്യമാണല്ല ബൈബിൾ ഉറക്കമെന്ന് പറയണത്. സ്പിരിച്വൽ ഫ്രിജിഡിറ്റിക്കാണ് ഈ പറയണത് ഉറക്കമെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രത്യക്ഷ പ്രാർത്ഥന എത്ര മണിക്ക് നടന്നെന്ന് ചോദിച്ചാൽ മതി. ആദ്യം 5:30 എഴുന്നേക്കും, പിന്നെ 6 മണിക്ക് എഴുന്നേക്കും, പിന്നെ 7 മണിക്ക് എഴുന്നേക്കും. അപ്പം ചെടുത്തി ഉറക്കമായി. കാര്യം എന്താണ്? മണവാളം വരാൻ വൈകി. അപ്പം ഈ മണവാളം വരാൻ വൈകിയെന്നുള്ളത് ഒരു പ്രഖ്യാപിതമായ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിൽ. എല്ലാ വിഷയത്തിനുമല്ല, ചില വിഷയങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ 6 വിഷയം വെച്ചില്ലേ? 6 വിഷയം എന്താ വെക്കാൻ കാര്യം? 6 കൽഭരണി ഉള്ളത് കൊണ്ട് ഉടമ്പടി കർത്താവ് വെളിപാടിൻ്റെ ആ നല്ല കാലഘട്ടത്തിൽ എന്നോട് പറഞ്ഞത് 6 എന്ന് പറഞ്ഞ്. കാര്യം എന്താണ്? 6 കൊല്ലം കൊണ്ട് 6 ദിവസം കൊണ്ടാണ് ഞാൻ ആകാശം ഭൂമിയും സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ ദിവസങ്ങളാണ് 6. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സൃഷ്ടി ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് പരിഹാരം ചെയ്യാൻ വരുമ്പോഴും അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് 6 എന്നാണ്. അതാണ് 6 കൽഭരണി.
ഒന്നുമില്ലായ്മ എന്ന് ആർ കൽപ്പരണി, അവിടെ വീഞ്ഞില്ലായിരുന്നു എന്ന് പറയണം. ഇപ്പം എല്ലാം പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. ഇത് ആദ്യത്തെ കാലമാണ്, 6-ാമത്തെ ദിവസം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിട്ട് പിന്നെന്താ പറയും, ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നെന്നാണ് പറയണേ. ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. എന്താണ്? ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഭൂമി രൂപരഹിതമായിരുന്നു. അപ്പോൾ ഒരു രൂപവുമില്ല, ഒരു ഭാവവുമില്ല. ഭൂമി പിന്നെ എന്താണ്? ശുദ്ധശൂന്യമായിരുന്നു. പിന്നെ എന്ത് ചെയ്ത്? ആഴത്തിൻ്റെ മീതെ, അന്ധകാരത്തിൻ്റെ മീതെ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചു. അപ്പം അതുണ്ടാ, വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ് പഴയ ലോകം ഉണ്ടായത്. പുതിയ ലോകം ക്രിസ്തു ഉണ്ടാക്കാൻ പോണതും വെള്ളത്തിൻ്റെ മീതെ ആത്മാവ് ചലിച്ചിട്ടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് അവ്വ ചെയ്തതിന് പകരം മറ്റൊരു അവ്വായെ ദൈവം സൃഷ്ടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്, പരിശുദ്ധ അമ്മയായിട്ട്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഇസ്രായേൽ സമൂഹത്തെ ഉൽപ്പത്തി 1:1-2. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പറഞ്ഞേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ച് വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. അപ്പോൾ വെളിച്ചമുണ്ടാകണ മുമ്പ് ആദ്യം പറഞ്ഞത് ആരാണ്? ആത്മാവാണ് വരണത്. അപ്പോൾ രൂപരഹിതം. ഇപ്പോൾ ഉടമ്പടി എടുക്കണ സമയത്ത് നമ്മുടെ ജീവിതം തന്നെ പഴയ നിയമത്തിലെ ആകാശവും ഭൂമിയും പോലെയാണ്. കാര്യം, എങ്ങനെ മകളെ കെട്ടിക്കും? നമുക്കൊരു രൂപമില്ല. എങ്ങനെയാണ് ഈ 10-45 കോടി രൂപയുടെ കടം എങ്ങനെയാണ് തീർക്കണത്? നമുക്കൊരു രൂപമില്ല. അപ്പോൾ ഇതൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഇരിക്കണം. കണ്ടിട്ടില്ലേ ആൾക്കാരെ? ചിലത് സീരിയസ് കേൾക്കും, വ്യക്തിപരമായ ഉപദേശം ആവശ്യമുള്ളത് സീരിയസ് കേൾക്കും. ദൈവം ഇടപെടേണ്ട കാര്യത്തിന് ഞാൻ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഇപ്പോൾ ഉപദേശം കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കും. ഈ വിഷയം ദൈവത്തിൻ്റെ ടേബിളിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടാണ് ഈ ഫയലെങ്കിലും കണ്ട് ഞാനിത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കേൾക്കും. എന്താ കാര്യം? എന്നിട്ട് ഇവരെ എംപവർ ചെയ്യും. കാര്യം, ഇവർക്ക് രൂപമില്ല, അവർക്കറിയത്തില്ല ഈ കടങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയത്തില്ല. അവർക്കറിയത്തില്ല ഈ രോഗം എല്ലാവരും ഇങ്ങനെ കൈവിട്ടപ്പോൾ ഇതെങ്ങനെ സുഖപ്പെടുമെന്ന് അവർക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിന് ഉന്തിത്തള്ളി ആരോ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവർക്കതിനുള്ള ത്രാണിയും ഒന്നുമില്ല. പക്ഷേ ഇവിടെ കാര്യം മൊത്തമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അമ്മയുടെ ടേബിളിലാണ് ഈ ഫയൽ ചെയ്യേണ്ടത്. കാര്യം എന്താ? ഇത് ഞാൻ ചെയ്യേണ്ട ഫയലല്ല, അമ്മയുടെ ഫയലിലേക്ക് അത് മാറ്റും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ സാധനം കൊണ്ടുവന്ന് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പറയും, ഈ വിഷയത്തിൽ എനിക്ക് മറുപടിയൊന്നുമില്ല, ഇത് നീ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കെൻ്റെ ഉറപ്പെന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് എൻ്റെ ഉറപ്പ്. കാര്യം, ഈ പാവപ്പെട്ട മനുഷ്യനെ കാണാവുന്ന രീതിയിൽ 2004 അമ്മ സമയഘടികാലം നീച്ച് ചാർത്തി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് മോരെ ഉണ്ട്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ കണ്ണി പിടിച്ചൊരാളാണെല്ലാമെന്ന് ചിന്ത. അഹങ്കാരമൊന്നുമില്ല. സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒരു യോഗ്യത തന്നു എന്നല്ലേ നന്ദി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് മദർ തെരേസയും ജോൺ പോളും ജീവിച്ചിരുന്ന കാലമാണ്. ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് നീതി നോക്കാനാണെങ്കിൽ അവർക്കാണിത് പ്രത്യക്ഷപ്പെടേണ്ടത്. അവരൊന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു 2004 രണ്ടുപേരും. കാര്യം അവരൊക്കെ ഞാൻ അവരൊക്കെ കണ്ടാണ് വളർന്നത്. എൻ്റെ ശുശ്രൂഷ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ജോൺ പോളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ജോൺ പോളാണ് ഈ കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും, അതായത് 20-ാം നൂറ്റാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 തൊട്ട് 21-ാം നൂറ്റാണ്ടിൽ വരെ ഏറ്റവും വലിയ പോപ്പെന്ന് പറയുന്നത് ജോൺ പോളാണ്. ജോൺ പോൾ ഉണ്ടാക്കി വിട്ട ഒരു വലിയ ആധ്യാത്മികമായ ശക്തിയുണ്ട്. അതെച്ചാൽ ഗലീലിയ കടലൊക്കെ ഇങ്ങനെ, ഗലീലിയ അല്ലാൻ്റെ സമുദ്രം കൂവിക്കുത്തി ഇരച്ചാർത്ത് രമ്പിത്തി ഇങ്ങനെ പോലെ കര വിഴുങ്ങാൻ നേർത്ത് വത്തിക്കാൻ്റെ ആ ജൽപ്പാടുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഈ വലിയ മുക്കുവൻ പറയും, ബിക്കാം ഐ കമാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ അടങ്ങാൻ പറയും. എന്താ കാര്യം? നീ എൻ്റെ കർത്താവിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് പറയും. ആ അധികാരമെന്ന് പറയണത് വല്ലാത്തൊരു അധികാരമാണ്. ഞാൻ ആ 78 പോലും അതൊക്കെ കണ്ടാണ് വളർന്നത്. ഞാൻ അച്ഛൻ പഠിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത്.
അന്ന് മുതൽ ഞാൻ ജോൺ പോളിൻ്റെ ഓരോ കാര്യവും ശ്രദ്ധിക്കും. അപ്പോൾ ജോൺ പോളിൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. ഏറ്റവും വലിയ ജപമാലയാണ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം ജപമാല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമായിരുന്നു, അല്ലാതെ ഒരു അക്സസറി അല്ല. ഞാൻ പോപ്പന്മാരെയും മറ്റു വിശുദ്ധന്മാരെയൊക്കെ അളക്കണത് ജപമാല അവരുടെ ശരീരത്തിൻ്റെ അവയവമാണോ അത് അക്സസറി ആണോ എന്നാണ്. അക്സസറി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈക്കിളിനൊക്കെ ഒരേ ബെല്ല് പിടിപ്പിക്കുക, നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ സൈക്കിളിൽ ബെല്ലൊന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഈ ബ്രേക്ക് നമ്മളൊരു സാധനമൊക്കെ ഈ സോക്കറ്റൊക്കെ വെച്ച് പിടിപ്പിക്കത്തില്ലേ, കുറേ സാധനം വെച്ച് പിടിപ്പിക്കുമല്ല, നമ്പർ പ്ലേറ്റ് അതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ്, അതൊന്നും കമ്പനിയിൽ നിന്ന് കിട്ടത്തില്ല. അതുപോലെ ചിലർക്ക് ജപമാല ആക്സസറിയാണ് എന്ന് വെച്ചാൽ പിന്നീട് ആവശ്യമുള്ളപ്പോൾ വെച്ച് പിടിപ്പിക്കേണ്ട സംഭവമാണ്. ജപമാല പ്രാർത്ഥിക്കുമ്പോൾ കൊന്ത തപ്പി നോക്കും, കൊന്ത എന്ത് നോക്കി തപ്പി നടക്കും, കണ്ണ് ഇരുട്ടത്ത് തപ്പി നടക്കണില്ലേ. അക്സസറി എന്ന് പറയും. അവയവമാണെങ്കിൽ എപ്പോഴും കൊന്ത കയ്യിലുണ്ടാവും. മദർ തെരേസനെ ഞാൻ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ള മദർ തെരേസ. അപ്പോൾ എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ സംഭവം എന്ന് വെച്ചാൽ കൊന്ത അവിടെ അവയവമാണ്. 2 കൊന്തയാണ് അവർക്ക്. ഒരു കൊന്ത കയ്യിലിങ്ങനെ പിണച്ചിട്ടിരിക്കണം, വലിയ ഉണ്ടമണിക്കൊന്ത, കണ്ടാൽ പിടിച്ചു പോകും. അതിലൂടെ അവരുടെ വിശ്വാസം ഇങ്ങനെ ദൈവത്തിലേക്ക് മനുഷ്യന് വേണ്ടി ഇങ്ങനെ വിശ്വാസം പ്രഘോഷിച്ചും പ്രഖ്യാപിച്ചും പ്രവഹിച്ചും കൊണ്ടിരിക്കുക. അവർ എന്താണ് എപ്പോഴും പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അരക്കെട്ടിലൊരു കൊന്ത കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം മദർ തെരേസയുടെ കബറിടത്തിൽ പോയി 1 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് കൽക്കട്ടയിൽ. കാര്യം ഞാൻ നേരിട്ട് അന്ന് കണ്ട മദർ തെരേസ ഒരു മനുഷ്യ സ്ത്രീയായിരുന്നു. ഇന്ന് അവരൊരു വിശുദ്ധയാണ്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ അവരുടെ കുഴിമാടത്തിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അഭിഷേകമാണ് തോന്നണത്. അവിടെ 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. കാര്യം എന്താ, അപ്പോഴൊക്കെ ഞാൻ ഓർത്തത് ഇവിടെ കയ്യെ പിണഞ്ഞു കിടക്കുന്ന ജപമാലയും പിന്നെ അരക്കെട്ടിൽ നിന്ന് താത്തിയിട്ടിരിക്കുന്ന ജപമാലയുണ്ട്, കെട്ടിത്തൂതി. അത് നമ്മുടെ കാലേ വന്ന് മുട്ടും. അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 4.5 അടി പൊക്കമേ ഉള്ളൂ. അത് കാരണം ജപമാല വേണമെങ്കിൽ അവർക്ക് ചെറിയൊരു ജപമാല മേടിച്ചിട്ടാൽ മതിയായിരുന്നു. ഇവർ വലിയ നമ്മുടെ ഒരു ഭാഗമുള്ള ജപമാലയാണ് കെട്ടിയിട്ടുള്ളത്. അത് അരക്കെട്ടിൽ നിന്ന് കെട്ടിയിട്ട് താഴേക്ക് ഇട്ടിരിക്കുകയാണ്. അത് അവർക്ക് അവയവമാണ് ജപമാല. ജോൺ പോളിനും ജപമാല അവയവമാണ്. കാര്യം അതൊരു AK-47 പോലെ സംഭവമാണ്. എങ്ങാനും നമ്മുടെ വിശ്വാസത്തെയോ അതുപോലെ തന്നെ പിശാച് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവനപ്പം തന്നെ എടുത്ത് ഷൂട്ട് ചെയ്യും. ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ജപമാല എടുത്ത് ഷൂട്ട് ചെയ്യും. കമാൻഡൊന്നും പറയണ്ടാരും, നമ്മൾ തന്നെ എടുത്തിട്ട് ഷൂട്ട് ചെയ്യും. കാര്യം എന്താ, ഇതിലെ പോകുന്ന ഉണ്ടമണികളെന്ന് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. ഇതെല്ലാം TMD അടിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു സ്വർഗസ്ഥനായ പിതാവും 10 എണ്ണ നിറഞ്ഞോടും ചെല്ലണ മുമ്പ് അത് മുഴുവൻ 6 വചനം 12 വചനങ്ങളാണ് പോണത്. 12 ഉണ്ടയാണ് ഒറ്റയടിക്ക് തീർക്കണത് ഒരു രഹസ്യത്തിൽ. അത് പടപടാന്ന് പൊട്ടും. അതെന്ന് പറയണത് അതിജീവിത വിശ്വാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. സാധാരണ വിശ്വാസക്കാരെക്കാൾ അതിജീവിത വിശ്വാസക്കാർക്കാണ് ജപമാല പൊട്ടണത്. അത് എപ്പോഴും പോക്കറ്റിലുണ്ടാകും, ചിലപ്പോൾ 1ഉം 2ഉം ഉണ്ടാകും. അത് അവയവമാണ്, അക്സസറി അല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അർത്തിങ്കൽ സംസാരിച്ചായിരുന്നു. നിങ്ങൾ കർണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന. അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ചിലക്ക് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റിദ്ധാരണ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജപമാല ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോ മുതൽ ഇന്ന് വരെ സഭയെ പൈശാചിക ശക്തികളും സംരക്ഷിച്ച് പ്രതിരോധിച്ച് നിലനിർത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് വാസ് മൈ പോയിൻറ്റ്. അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങൾ ജപമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കർണക്കൊന്ത എടുത്തു. കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റിദ്ധാരണ പരത്തിയതാണ്. കരുണയുടെ പ്രാർത്ഥനയാണത്. അത് കൊന്തയെന്ന് വിളിക്കേണ്ട കാര്യം എന്ത്? അത് എണ്ണ അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു, ഇതും കൊന്തയല്ലേ, എന്നാൽ പിന്നെ ജപമാല വേണ്ടല്ലോ, ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജപമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം. നമ്മളെ നിരായുധീകരിച്ചുകൊണ്ട് കരുണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു. എല്ലാവർക്കുമല്ല, ചിലർക്ക്. അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത്. ആർക്കും തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ്. കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല.
ഞാൻ ഉദ്ദേശിച്ചത് കർണക്കൊന്തര ഒരു പാഷൻ പ്രാർത്ഥനയാണ്. കർണക്കൊന്ത ഒരു പാഷൻ കർത്താവിൻ്റെ പീഡാനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സിസ്റ്റർ ഫൗസിനേക്ക് നൽകിയ ഒരു പീഡാനുഭവ പ്രാർത്ഥനയാണ്. ആ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ലോകം മുഴുവനുള്ള സമാധാനത്തിന് വേണ്ടി. അപ്പം അത് സഭയുടെ മജിസ്റ്റേരിയമാണ്. അതിൽ തന്നെ ബലമുള്ളതാണ്, തെറ്റില്ല. പക്ഷേ യു ഷുഡ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹോളി റോസറി. അതിന് പകരം പരിശുദ്ധ ജപമാലയ്ക്ക് പകരം നിങ്ങൾ കർണക്കൊന്തയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കാര്യം രണ്ടിൻ്റെ എഫിക്കസി പവറും ഭയങ്കര വ്യത്യാസമാണ്. കാര്യം ഇത് പ്രൂവൺ ഫാക്റ്റാണ്. ജപമാലയുടേത് ഹിസ്റ്റോറിക്കലി പ്രൂവനാണ്. കർണക്കൊന്ത ഈ നൂറ്റാണ്ടിൽ തുടങ്ങിയതേ ഉള്ളൂ. ഇനി അത് കുറേ പരീക്ഷണങ്ങളിലൂടെ അത് പ്രയോഗിച്ച് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒത്തിരി ആൾക്കാർ ഇനി ലോകത്തിന് വരുമ്പോഴാണ് ഇത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയായിട്ട് സഭയ്ക്ക് മനസ്സിലാകണത്. അത് സഭയുടെ ഈ വിശ്വാസ പ്രമാണം വളരെ സാർത്ഥകമായിരുന്നു എന്നുള്ളത് ഇനി നമ്മുടെ അനുഭവങ്ങൾ കാരണം തെളിയിക്കേണ്ട ഒരു കാലമുണ്ട്. പക്ഷേ ജപമാല ഓൾറെഡി പ്രൂവണാണത്. അത് യുദ്ധങ്ങൾ ജയിച്ചതാണ്, രാജ്യങ്ങളിൽ വിശ്വാസം നിലനിർത്തിയതാണ്. വ്യക്തിജീവിതത്തിൽ ജോൺ പോളിനെയും മദർ തെരേസയും പോലുള്ള ആൾക്കാർ ഈ കാലഘട്ടത്തിൽ യുദ്ധം ചെയ്ത് തങ്ങളുടെ കാലഘട്ടം ദൈവം ഏൽപ്പിച്ച ജോലി, മിഷൻ ഐതിഹാസികമായ അപ്പോസ്തലിക ചൈതന്യത്തോടെ പൂർത്തിയാക്കിയതിൻ്റെ കരുത്ത് എല്ലാം പരിശുദ്ധ ജപമാലയുടെ പ്രവർത്തനയുടെ ഭാഗമാണ്. അപ്പം അതൊരിക്കലും നിങ്ങൾ എന്ത് പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, കരുണയുടെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചോ, പക്ഷേ അതിന് ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരിക്കലും ചെയ്യരുത്. അത് വന്നാൽ നിങ്ങളുടെ ആധ്യാത്മിക തകർച്ച ഉണ്ടാകും. അപ്പോൾ ആ നിലപാടിൽ മാറ്റമില്ല. ഞാൻ പറയാനെല്ലാം കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറയണത്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.